ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയറിൻ്റെ 2 ഉപവിഭാഗങ്ങളെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്ന് പറയാൻ പോകുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എല്ലാ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റിംഗ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയം മുതൽ അത് ഷട്ട് ഡൗൺ ചെയ്യുന്നത്, അതായത് ഓഫാക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യും കോർഡിനേറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് മാത്രമേ ചെയ്യൂ. ഇപ്പോൾ ഒരു പവർ പോയിൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ പവർ പോയിൻറ്റിൻ്റെ ഫങ്ഷൻ, അതായത് നമുക്കൊരു ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. വേർഡ് ആണെങ്കിൽ നമുക്ക് ലെറ്റർ അതുപോലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ടാലി ആണെങ്കിൽ കാൽക്കുലേഷൻ ഓപ്പറേഷൻ മാത്രമേ, അക്കൗണ്ടിങ് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് സിസ്റ്റത്തിൻ്റെ മുഴുവൻ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം. അതിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, അങ്ങനെയാണ് പറയുന്നത്. അതിന് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു മെയിൻ എക്സാമ്പിളാണ് ഒന്ന് MS-DOS. അതിപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് കോപ്പി ചെയ്യാനും നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ MS-DOS ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ മറ്റുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിൻഡോസ് 98, വിൻഡോസ് 95, വിൻഡോസ് 2000, വിൻഡോസ് NT, അങ്ങനെയുള്ള ലിനക്സ്, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് MS-DOS, മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അത് പഴയ കാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ MS-DOS എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് എല്ലാം ക്യാരക്ടേഴ്സ് ബൈ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷേങ്കിൽ വിൻഡോസ് പോലുള്ള സോഫ്റ്റ്വെയർസ് മുഴുവൻ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നമുക്കെല്ലാം ഗ്രാഫിക്കലി സെലക്ട് ചെയ്യാൻ പറ്റും വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ. അതായത് നമുക്കെല്ലാം ഈ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ, ചെറിയ ചെറിയ ഐക്കൺ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ MS-DOS ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് അതുപോലുള്ള സോഫ്റ്റ്വെയർ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.